السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടുകൊണ്ട് മാത്രമാണ് വിശുദ്ധ റമദാനിൽ കുറെ നോമ്പുകളിൽ മറ്റൊരു നോമ്പിലേക്ക് പ്രവേശിച്ച് ളുഹർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുവാനും ശേഷം അല്ലാഹുവിന്റെ ഭവനത്തിൽ അവന്റെ കലാമും വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്തയും പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു മജ്ലിസിൽ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ, ഇവർക്ക് നീ കരുണ ചെയ്യണമേ, ഇവരോട് നീ പൊറുക്കേണമേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുന്ന ഒരവസ്ഥയിലല്ലാതെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ദീൻ പഠിക്കാൻ ഒത്തുകൂടുക സാധ്യമല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും ളുഹർ കഴിഞ്ഞു കുറച്ച് സമയം ചെലവഴിക്കാമെന്ന കേവലമായ ഒരു ധാരണക്കപ്പുറം ദീനി മജ്ലിസ് അതിന്റെ പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെ നിയ്യത്തോടെ ഈ ഒരു മഹത്തായ അമലിനെ കാണാൻ, പ്രതിഫലം നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ മുഖങ്ങളെ കാണുമ്പോൾ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ പ്രായമായ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതേപോലെ റമദാനിന് ഒത്തുചേരുമ്പോൾ നമ്മളോടൊപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പത്തിൽ MSFന്റെ റിലീഫ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പ്രവർത്തനത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ സ്ഥിരമായി ചെയ്തു വരും. റമദാൻ ഓർമ്മ വരുമ്പോൾ RP ഓർമ്മ വരും. ഞങ്ങൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ തരും, നന്നായി പ്രോത്സാഹിക്കും. അങ്ങനെ എല്ലാ വർഷവും അത് തുറന്നു വന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മൾ പറഞ്ഞുപോയ വിച്ചോയ് സാഹിബ്, തൊട്ടു മരിച്ച അംസ ഹാജി, അദ്ദേഹത്തിന്റെ മകൻ അനസ്, അതേപോലെ ഗൾഫിൽ നിന്ന് മരണപ്പെട്ട സാജിദ് ഷാ, കുറെ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യർ എന്ന ഒരു അത്ഭുതകരമായ സൃഷ്ടി ഒരു മനസ്സറിയുന്ന മറ്റൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ്. ഇന്നുന്ന കാര്യങ്ങളിൽ പ്രയാസമാണ്, പ്രാർത്ഥിക്കണം. ഈ തരത്തിൽ പറയാത്ത ആരും ഉണ്ടാവില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നുമല്ല. കാരണം നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കുണ്ട്. ആ റബ്ബിനെ യഥാവിധി അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴും ഒരു സന്തോഷമുണ്ടാകും.
വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്നാണ്. അള്ളാഹുവിനെ അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിനെ അറിയേണ്ടത് കേവലമായ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചല്ല. അങ്ങനെ അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് റബ്ബിനെ അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അദ്വൈതവാദത്തിലേക്ക് ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ എത്തിപ്പെട്ട ആ വിശ്വാസത്തിലേക്ക് എത്തും. സൃഷ്ടികളെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ പടച്ചവന്റെ കലാമിലൂടെ പടച്ചവനെ മനസ്സിലാക്കിയാൽ സമാധാനമുള്ള ഒരു മനസ്സുകളുടെ ഉടമകളായി തീരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അള്ളാഹുവിനെ അറിയേണ്ടത് അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ചാണ്. അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചാണ് റബ്ബിനെ അറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് 99 നാമവിശേഷണങ്ങളുണ്ട്. വമൻ ഹഫിളഹ, ആ നാമവിശേഷണങ്ങളെ ആരെങ്കിലും ഹിഫ്ളാക്കിയാൽ, പഠിച്ചാൽ, ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു. എങ്കിൽ പിന്നെ 99 എണ്ണം ഇന്ന് രാത്രി ആവുമ്പോഴേക്കും പഠിച്ചേക്കാം. അങ്ങനെ കേവലമായ കാണാതെ പഠിക്കലല്ല. ഹിഫ്ള് എന്നത് ഇപ്പോ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ ആളുകൾ ഉണ്ടാകും. ആ ഹിഫ്ള് യഥാർത്ഥ ഹിഫ്ളാണോ എങ്കിൽ ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ ഖുർആൻ ഹിഫ്ളാക്കിയ കുട്ടി വായനശാലയിലുണ്ട്. ളുഹർ ജമാഅത്ത് കഴിഞ്ഞിട്ടും അവൾ അവിടെ പത്രം വായിച്ചിരിക്കുകയാണെങ്കിൽ യഥാർത്ഥ ഹിഫ്ളല്ല ആ കുട്ടി. ഖുർആന്റെ അക്ഷരങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഹിഫ്ള് എന്നത് ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ 99 നാമവിശേഷണങ്ങൾ ആരെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചാൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ 99 എണ്ണം ഏതാനും ഉദാഹരണങ്ങൾ ബാക്കി നമുക്ക് പഠിക്കാവുന്നത്. അത് വെച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ വലിയൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഈ 99 നാമങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്താൻ ആ 99 നാമവിശേഷണങ്ങളെ കുറിച്ച് പഠിച്ചാൽ മതി. ഒന്ന്, അൽ വദൂദ്, അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ് അൽ വദൂദ്. നേരെ അർത്ഥം ഏറ്റവും സ്നേഹിക്കുന്നവൻ. നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹു ആണെന്ന് നമ്മൾ സമ്മതിക്കുമോ? അഥവാ നമുക്ക് ആ വിവരമുണ്ടോ? എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്നു, എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഉമ്മയല്ല, ഭാര്യയല്ല, ഉപ്പയല്ല, മകനോ മകളോ ഒന്നുമല്ല. ഭാര്യയെ നമുക്ക് നൽകിയവൻ, ഉമ്മയെ നമുക്ക് നൽകിയവൻ, ഉമ്മയെ ശ്രദ്ധിച്ചവൻ, മക്കളെ നമുക്ക് നൽകിയവൻ, അവരിലൂടെ ആ കാരുണ്യം നമുക്ക് നൽകുന്നവൻ. നമുക്കൊരാള് ലോകത്ത് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മൊബൈൽ തന്നു. മൊബൈലിനോടാണോ ഇഷ്ടം, മൊബൈൽ തന്ന ആളോടാണോ ഇഷ്ടം? എങ്കിൽ ഉമ്മയെ നൽകിയവനോടാണ് ഉമ്മയേക്കാൾ നമുക്ക് സ്നേഹം. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു റബ്ബുണ്ടെങ്കിൽ നമ്മൾ എന്തിന് നിരാശപ്പെടണം? എന്തിന് നമ്മൾ പ്രയാസപ്പെടണം? അതുകൊണ്ട് ഏതേത് പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വന്നാലും ആ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമുക്ക് സമാധാനം കിട്ടും. എന്നിൽ നിന്നുള്ള നേർമാർഗം, സന്മാർഗം നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ, ആ നേർമാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം പാപങ്ങളാണ്. തെറ്റുകൾ സംഭവിച്ചു പോയി. തെറ്റുകൾ സംഭവിക്കാത്തവർ മനുഷ്യരല്ല. തെറ്റുകൾ സംഭവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ അത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് മുഹമ്മദ് നബിയെ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരും. മറ്റൊരു സ്ഥലത്ത് പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? എന്തൊരാശ്വാസമാണ്! എത്ര ചേറ്റയായി ജീവിച്ച മനുഷ്യനാണ്, എത്ര മോശമാണെങ്കിൽ നിനക്ക് നന്നാവാം, പേടിക്കേണ്ടതില്ല, നീ തിരിച്ചു വരും. അതിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ റമദാനിന്റെ പകലിലും
എല്ലാ റമളാനിന്റെ രാത്രിയിലും ദഅവത്തുൽ മുസ്തജാബ, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ടെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമളാനിന്റെ രാത്രിയും നമുക്ക് പ്രാർത്ഥിക്കാം, റമളാനിന്റെ പകലിലും പ്രത്യേകമായി റമളാനാണല്ലോ റബ്ബേ എന്ന അർത്ഥത്തിൽ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, നോമ്പുകാരനായിരിക്കെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, നമ്മൾ മരണത്തെ ആഗ്രഹിക്കണം എന്നല്ല, മറിച്ചൊരു നോമ്പോട് കൂടിയാണ്, റമളാനിലെ നോമ്പോട് കൂടിയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ വലിയ പദവിയാണ്. രണ്ടാളുകൾ, ഒരു വ്യക്തി, ഒരു സ്വഹാബി സ്വപ്നം കണ്ടു. ആ സ്വപ്നം ദീനിൽ തെളിവല്ല, സ്വഹാബിയുടെ സ്വപ്നം ദീനിൽ തെളിവല്ല, അമ്പിയാക്കന്മാരുടെ സ്വപ്നം മാത്രമാണ് ദീനിൽ തെളിവ്. സ്വഹാബികളുടെ സ്വപ്നം തെളിവാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തിയാൽ. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ് ബാങ്ക് സ്വപ്നം കണ്ടത്. അത് റസൂലുള്ളാഹി സത്യപ്പെടുത്തിയപ്പോൾ അത് ദീനിൽ തെളിവായി. ഒരു സ്വഹാബി സ്വപ്നം കണ്ടത്, രണ്ടുപേർ, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, അടുത്ത വ്യക്തി സാധാരണ മരണം മരിച്ചു. സാധാരണ മരണം മരിച്ച വ്യക്തി 1 വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത്, മറ്റേയാള് ഷഹീദായി 1 വർഷം കഴിഞ്ഞിട്ട്. സ്വർഗത്തിൽ വലിയ പദവി കിട്ടിയത് സാധാരണ മരണം മരിച്ച വ്യക്തിക്കാണ്. ഇതാണ് സ്വപ്നം. അപ്പൊ റസൂലുള്ളാഹിയുടെ അടുത്ത് പറഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചു, എന്താ ഇത്ര അത്ഭുതപ്പെടാൻ? ഷഹീദായ വ്യക്തിക്ക് ശേഷം 1 വർഷം കഴിഞ്ഞ് മരണപ്പെട്ട വ്യക്തിക്ക് കൂടുതൽ പദവി പരലോകത്ത് കിട്ടും, എന്താ ഇത്ര അത്ഭുതപ്പെടാൻ? ആ വ്യക്തിക്ക് ഒരു റമളാൻ അധികം കിട്ടിയില്ലേ? 1 വർഷം സുജൂദ് ചെയ്യാൻ അവസരം കിട്ടിയില്ലേ? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുടെയും നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റമളാനിന്റെയും വിലയാണ് സഹോദരങ്ങളെ. ഷഹീദിനെ അതിജയിക്കാൻ മാത്രം പുണ്യം നേടാൻ പറ്റിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കഴിഞ്ഞു പോകുന്നത്. ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ പാപങ്ങളാണോ നമ്മളെ അലട്ടുന്നത് എങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം തീരുമാനം, ഒരു ലിസ്റ്റ് എഴുതിണ്ടാക്കുക. ഇപ്പൊ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഇരുട്ടുകൾ, പാപങ്ങൾ ഏതൊക്കെയാണ്? ആ പാപങ്ങളിൽ നിന്ന് ഇത്ര നോമ്പ് ഞാൻ നോറ്റിട്ട് അതിൽ ഞാൻ വിമുക്തനായോ ഇല്ലേ? നാളെ നോമ്പ് എന്നത് മനുഷ്യന് എതിരാകുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റമളാൻ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നു, എന്നിട്ടും റമളാനിൽ മൊത്തം ജീവിച്ചിട്ടും ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ ദൂരെ പോകട്ടെ. റമളാനിലേക്ക് വരുമ്പോൾ വ്യഭിചാരത്തിലുള്ള ദുസ്വഭാവമുണ്ട്, അതേപോലെ തന്നെ സാമ്പത്തികമായ കൃത്രിമത്വങ്ങളുണ്ട്, മാതാപിതാക്കളെ പരിചരിക്കാത്ത പ്രശ്നമുണ്ട്, അങ്ങനെ കുറെ തെറ്റും കുറ്റമായിട്ട് റമളാനിലേക്ക് വന്നത്. പെരുന്നാൾ കഴിഞ്ഞപ്പോ അങ്ങനെ തന്നെ. എങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ എന്ന് ദുആ ചെയ്യുന്നത് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ആ ദുആ സ്വീകരിക്കണേ പടച്ചോനെ. ആരാ ആമീൻ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങളുമായി തുടരുമ്പോൾ ആലോചിക്കണം, പരലോകത്ത് ഈ നോമ്പ് നമുക്ക് എതിരാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാറ്റം വന്നു. നമുക്ക് മാറിയില്ലേ? ഈ റമളാൻ 1 നാളെ നടന്നപ്പോഴേക്ക് എന്ത് മാറ്റാ നമ്മൾ മാറിയത്? എല്ലാവരും 4 മണിക്ക് എഴുന്നേറ്റു, സുബഹി ജമാഅത്തിന് ഉഷാറ്, പിന്നെ രാവിലത്തെ ചായ വേണ്ട, സ്ട്രോങ് ചായ വേണ്ട, ഉച്ചക്ക് ചോറ് വേണ്ട, വൈകുന്നേരം വേണ്ട, പുകവലിക്കാരി ഒന്നും വേണ്ട. എന്നിട്ട് നോമ്പ് തുറന്നിട്ട് എന്താ പരിപാടി? ഒന്ന് മയങ്ങട്ടെ വിചാരിക്കുമ്പോൾ ഇശ വാങ്ങും, നേരെ പള്ളിയിൽ. ഇശ ജമാഅത്ത് കഴിഞ്ഞാൽ ഒപ്പിന് ദീർഘമായ തറാവീഹ്, അത് കഴിഞ്ഞ് ചിലർക്ക് ക്ലാസ്, ചിലർക്ക് ദീനി യോഗങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും പോയി കിടന്നുറങ്ങി രാവിലെ വീട്ടിൽ മാറാൻ കഴിയുന്നല്ലേ അർത്ഥം? മനുഷ്യന് മാറാൻ കഴിയും പെട്ടെന്നല്ലേ? റമളാൻ തുടങ്ങി നമ്മൾ അതിന്റെ അർത്ഥത്തെ ഏത് തെറ്റുന്ന കുറ്റങ്ങൾ നമുക്ക് മാറാൻ കഴിയും, പക്ഷെ നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ട് റബ്ബിനെ അറിഞ്ഞാൽ റബ്ബാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത്. കയ്യും കാലും പൊട്ടി സ്വന്തമായി ദിനചര്യകൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാനും നിങ്ങളും അപകടത്തിലായാലും എങ്ങനെ ഉണ്ടാകും? ബാത്റൂം പോകണമെങ്കിൽ ഒരാൾ എടുത്തുകൊണ്ടോണം, പല്ല് തേക്കണമെങ്കിൽ വലത് കൈ പൊട്ടിക്കിടക്കുക, ഒരാൾ പല്ല് തേച്ച് തരണം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഉമ്മയും ഭാര്യയും പെങ്ങളും മോളും മോനൊക്കെ നമ്മൾ നോക്കും. എത്ര വർഷം വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും, പഠിച്ചോനെ എന്റെ മക്കൾക്ക് ഞാനൊരു ഭാരമായോ, എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഭാരമായോ നമുക്ക് തോന്നും. അങ്ങനെ തോന്നുമ്പോഴും ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ രോഗം ബാധിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്, റബ്ബേ ഇതൊരൊറ്റ പ്രാർത്ഥനയാണ്, നീയാണ് റഹ്മാനും റഹീം. അപ്പൊ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റബ്ബാണ്. അതുകൊണ്ട് ആ ലോകരോട് നമ്മൾ പറയുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് റെക്കമെൻഡ് വേണോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേറെ ആള് വേണോ?
അതുകൊണ്ട് ബദരീങ്ങളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന പടച്ചോനാ. അതുകൊണ്ട് ബദരീങ്ങളോട് പറഞ്ഞിട്ട് ബദരീങ്ങളോട് പടച്ചോനോട് പറയണ്ട. കാരണം ബദരീങ്ങളെ സൃഷ്ടിച്ച റബ്ബാ നമ്മളെയും സൃഷ്ടിച്ചത്. ആ ബദരീങ്ങളെക്കാൾ നമ്മൾ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ്. അതുകൊണ്ട് ആ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് ഇസ്ലാം റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക, റബ്ബല്ലാത്ത ഒരാളോട് ദുആ ചെയ്യാതിരിക്കുക. അതാണ് ഇസ്ലാമിന്റെ ബേസ്. അത് എവിടുന്നാ വരുന്നത്? മുഹമ്മദ് നബി, എന്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ പറയണം, ഞാൻ ഏറ്റവും അടുത്തവനാണ്. അപ്പൊ ഏറ്റവും അടുത്ത സ്നേഹിക്കുന്ന ആ റബ്ബുമായുള്ള നമ്മുടെ ബന്ധം ശക്തമായാൽ ഈ ലോകത്ത് നമുക്ക് വിജയിക്കാം. നല്ല മരണം കിട്ടും, നല്ല ഖബർ ജീവിതം കിട്ടും, എളുപ്പമുള്ള വിചാരണ കിട്ടും, പരലോകത്ത് അമ്പിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. റബ്ബ് നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി തുറക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലേക്ക് വരുമ്പോഴും സമീർ, അതാണ് മറ്റൊരു വിശേഷണം. സമീർ, എല്ലാം കേൾക്കുന്നവൻ. ഇതൊന്ന് ഹിഫുളാക്കി നോക്കിയേ, ഉൾക്കൊണ്ട് പഠിച്ചു നോക്കിയേ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ഉൾക്കൊണ്ടോ? പഠിച്ചോ? ശരി. ഉറപ്പായ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ശരി. എങ്കിലെങ്ങനെ കളവ് പറയും? എങ്കിലെങ്ങനെ ഹൈബത്ത് പറയും? എങ്കിലെങ്ങനെ ഒന്ന് സ്വകാര്യം വിളിച്ചു കൊണ്ടുപോയി മറ്റൊന്നിൽ ആസൂത്രണം നടത്തും? അള്ളാഹു സമീആണ് ഉറപ്പുണ്ടെങ്കിൽ, ബസീർ, എല്ലാം കാണുന്നവൻ. ഒന്ന് ഉൾക്കൊണ്ട് നോക്കിയേ. അള്ളാഹു എല്ലാം കാണും. ശരി. എങ്കിലെങ്ങനെ വ്യഭിചരിക്കും? എങ്കിലെങ്ങനെ അപ്പുറത്ത് പോയി കുപ്പി പൊട്ടിക്കും? അള്ളാഹു എല്ലാം കാണുന്നവൻ. ഇതിന്റെ മറ്റൊരു വശമാണ്, അള്ളാഹുവാണ് എല്ലാം കാണുന്നവൻ. ആ കഴിവ് ലോകത്ത് മറ്റൊരാൾക്കില്ല. എല്ലാം കേൾക്കുന്നവൻ എന്ന വിശേഷണം മുഹൈദ്ദീൻ ഷെയ്ഖിന് കൊടുക്കാതെ ഷെയ്ഖെ കാക്കനെ വിളിക്കാൻ പറ്റില്ല. ഇവിടുന്ന് വിളിക്കുമ്പോ ബാഗ്ദാദ് കേൾക്കണമെങ്കിൽ പടച്ചോന്റെ ആ വിശേഷണം അങ്ങോട്ട് വകവെച്ചു കൊടുക്കണം. കഴിഞ്ഞു കഥ. മുഹമ്മദ് നബിയെ പറയുക കാര്യം, അല്ലാഹു ഏകനാകുന്നു. അവന്റെ സത്തയിൽ, ഗുണങ്ങളിൽ, നാമവിശേഷണങ്ങളിൽ എല്ലാം ആ പുലുവല്ലാഹു അത് തകർക്കാതെ ഒരാൾക്ക് ബദരീങ്ങളെ കാക്കനെ വിളിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ കഴിവ് അവന്റെ സൃഷ്ടികൾക്ക്. എന്റെ അർത്ഥം മൊഹീദ്ദീൻ ഷെയ്ഖ് മോശമാണെന്നോ? ബദരീങ്ങൾ മഹാന്മാരാണ്, ഷെയ്ഖ് ദീനു വേണ്ടി സേവനം ചെയ്തവരാണ്. പക്ഷേ റബ്ബിന് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാൻ ഒരു വകുപ്പുമില്ല. ഇങ്ങനെ ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവൻ. ആ വിശേഷത്തെ ഉൾക്കൊണ്ട് നോക്കി. ഈ ലോകത്ത് മനുഷ്യൻ നന്നാവാൻ വേറൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് നന്നാവാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹുവിനെ അവന്റെ നാമവിശേഷണങ്ങളിലൂടെ പഠിക്കുക, പിന്നീട് അവന്റെ കലാം പഠിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, 4ാം മദ്ഹബായി അറിയപ്പെടുന്ന ഹംബലി മദ്ഹബ്, ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വർഷങ്ങളോളം ജയിലിൽ കിടന്നു ഒറ്റ വിഷയത്തിന്റെ പേരിലാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയണം. ദൈവം ഞാൻ പറയില്ല, അത് ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. എല്ലാരും പറഞ്ഞു, ഇതിനാണൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, ഒരു വാക്കങ്ങ് പറഞ്ഞാൽ പോരെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാനത് സമ്മതിച്ചാൽ അടുത്ത തലമുറയിൽ ആകാശം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഭൂമി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നോക്കൂ. ഈ സദസ്സിലിരിക്കുന്ന മനുഷ്യന്മാരുടെ ഒറ്റ ചോദ്യം, അള്ളാഹു എവിടെയാണ്? ഞാൻ ഒരിക്കൽ ഗൾഫിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ഇന്റർവ്യൂവിന് ഹാജരാകണമെന്ന് പറഞ്ഞു. അങ്ങനെ പണ്ഡിതന്മാരുടെ മുമ്പിൽ എന്നെ ഇരുത്തി. ഫസ്റ്റ് ചോദ്യം, അയ്നല്ലാഹ്, അള്ളാഹു എവിടെയാണ്? നമ്മളൊക്കെ എന്ത് മറുപടി പറയും? ഒറ്റ ഉത്തരമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ കൊണ്ടുവന്നു, അടിമ സ്ത്രീയാണ്, അവളെ മോചിപ്പിക്കാൻ റെഡിയാണ്. ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് അറിയുന്നില്ല. റസൂലുള്ളാഹി ഇന്റർവ്യൂവിൽ 2 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, അയ്നല്ലാഹ്. ആ സഹോദരി പറഞ്ഞു, അല്ലാഹു ഫിസ് സമാ, അള്ളാഹു ആകാശത്തിലാണ്. പൂനൂർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് റോഡുകൾ നോക്കി കാണുന്ന ആ മേഘപാടികളെ കുറിച്ചല്ല ഈ പറയുന്നത്. ഖുർആൻ ആകാശം എന്ന് പറഞ്ഞാൽ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ അപ്പുറം. അള്ളാഹു അവൻ സൃഷ്ടിച്ചതിന്റെ ഉള്ളിലല്ല, അള്ളാഹു അവൻ സൃഷ്ടിച്ചതിന്റെ അപ്പുറത്താണ്. അതാണ് പിന്നെ തബാറക സൂറത്തിൽ കുറെ സ്ഥലത്ത് ആകാശത്തുള്ളവൻ, ആകാശത്തുള്ളവൻ, ആകാശത്തുള്ളവൻ. നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആ ആകാശം എന്ന് പറയുന്നത് പടച്ചോന്റെ മുഴുവൻ സൃഷ്ടിയെടുത്തോളും, മുഴുവൻ പ്രപഞ്ചവും, ആ പ്രപഞ്ചത്തിന്റെയും അപ്പുറം, അതാണ് ആകാശം. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആകാശം അതാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട്. അതാണ് ഹൈന്ദവത, അതാണ് അദ്വൈതം. തൂണിലും തുരുമ്പിലും
മണ്ണിലും എല്ലാറ്റിലും പടച്ചോനുണ്ട് എന്ന വിശ്വാസമാണ് തെറ്റായ വിശ്വാസമാണ്. അതുപോലും നമ്മുടെ പലർക്കും അറിയില്ല സഹോദരങ്ങളെ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാഥമികമായി പഠിപ്പിച്ച കാര്യമാണ്. ആ റബ്ബിനെ യഥാവിധി അറിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പാരായണം ചെയ്യണം. അതിലൂടെ നമ്മൾ പാരായണം, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങൾക്കും. ഇപ്പൊ മൊത്തം മക്കളെ കാര്യത്തിൽ എല്ലാവർക്കും പ്രശ്നം. മക്കൾ സ്വന്തം മാതാപിതാക്കളെ അടിക്കുന്നു, കൊല്ലുന്നു, അതേപോലെ തന്നെ വിചാരിക്കാത്ത വാർത്തകൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യുക? എല്ലാവരും ചോദിക്കാൻ, കുട്ടികൾ പഠിപ്പിക്കാൻ പറ്റിയ വല്ല സ്ഥാപനമുണ്ടോ? എവിടെ കുട്ടികൾക്കും കാര്യമില്ല. ആ സ്ഥാപനത്തിലെ വാർഡൻ മോശമായാൽ സ്ഥാപനം മോശം. ഏത് സംഘടന നടത്തുന്ന സ്ഥാപനമാകട്ടെ, എത്ര വലിയ അധ്യാപനം ഉണ്ടാവട്ടെ, അവിടുത്തെ വാർഡൻ ആരാണ്? ആ വാർഡൻ മോശമായാൽ സ്ഥാപനം മോശമായി. കാരണം ആ വാർഡന്റെ മനസ്സ് വൃത്തികെട്ടതാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ ലോകത്ത് എവിടേക്ക് നമ്മുടെ കുട്ടികൾ പോയാലും, എവിടേക്ക് പോയാലും രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. ആ മാർഗം എന്താ? ചെറുപ്പത്തിൽ ഈ ഇരിക്കുന്ന പലരും ചെറുപ്പത്തിൽ എങ്ങനെയാ ജീവിച്ചത്? നമ്മൾ വളർന്നു വരുമ്പോ എന്താ നമുക്ക് കഥകളാ കിട്ടിയത്, നമുക്ക് വല്യമ്മയുടെ സംസാരമാ കിട്ടിയത്. എന്നാൽ ഇന്ന് കുട്ടി പാല് കുടിക്കുന്ന കുട്ടി കരയാൻ തുടങ്ങുമ്പോഴേക്കും മൊബൈലാ കാണിച്ചു കൊടുക്കുക. ഒരിക്കലും ആ കുട്ടിയുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റിയതല്ല മൊബൈലിലെ വീഡിയോ. പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ തലച്ചോറിന് ആ മൊബൈൽ വീഡിയോ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അത് വെടിവെക്കുന്ന രംഗ കുട്ടി കാണുന്നത് അല്ലെ. അങ്ങനെ വളർന്നു വരികയാണ്. അപ്പൊ എവിടുന്നത്തെ പ്രശ്നം അകത്തളങ്ങളിൽ നിന്നാണ്. മുലയൂട്ടുന്ന മാതാവിൽ നിന്നാണ് പ്രശ്നം, പിതാവിൽ നിന്നാണ് പ്രശ്നം. അവിടുന്ന് ഒഴിവാക്കണം. ആയിരക്കണക്കിന് കുട്ടികളെ കാണിച്ചു തരാൻ പറ്റും. 5 വയസ്സ് കഴിഞ്ഞിട്ടും മൊബൈലിലെ വീഡിയോ കാണാത്ത കുട്ടികളെ. ഒറ്റ ശ്രദ്ധയുള്ളൂ, മാതാപിതാക്കളുടെ ശ്രദ്ധ. അതൊരൊറ്റ കാരണമാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പം മുതൽ, ഇതിപ്പോ നമ്മളിപ്പോ പള്ളിന്ന് പറയും, അടുത്ത വർഷങ്ങളിൽ പുറത്തുനിന്ന് കേൾക്കാം, കുട്ടികളെ മൊബൈൽ കാണിക്കരുത് ഇന്നെന്ന കാരണം. അപ്പൊ നമ്മൾ അനുസരിക്കും. എന്താ? ശാസ്ത്രീയമായി ശാസ്ത്രം കിട്ടിയാലേ നമുക്ക് കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ശിക്ഷണം എന്ന് പറയുന്നത് ദീനിയായ, അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ദീനിയായ ശിക്ഷണമാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ നബിമാരുടെ കഥകൾ അറിഞ്ഞ്, നാട്ടിലെ മുൻ ചരിത്രങ്ങൾ മനസ്സിലാക്കി, വീട്ടിലേക്ക് ഒരു യാചകൻ വരുമ്പോ ഉപ്പ പറയും, പാവാട്ടോ മോനെ, എന്നിട്ട് ആ കുട്ടിയുടെ കയ്യിൽ 10 ഉറുപ്പിക എടുത്തു കൊടുക്കും. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ പോന്ന് വലതയോട് കൊടുക്കണേ, കുട്ടി ഇങ്ങനെ പോയിട്ട് ആ യാചകന് 10 രൂപ കൊടുക്കും വലത് കൈ കൊണ്ട്. എന്നിട്ട് അതിന്റെ മഹത്വമൊക്കെ പഠിപ്പിച്ചു അല്ലേ. അതാ അങ്ങനെയാ കുട്ടികൾ വളരേണ്ടത്. ഇനി ഉപ്പല്ലാത്ത സമയത്ത് വന്നാലും പാവാട്ടോ, ആ ഒരു പാവമാണ്, പാവങ്ങളെ സഹായിക്കണം. ഇത് വീട്ടിൽ നിന്ന് കിട്ടേണ്ടതാ. ഇവിടെ ആരും ഇല്ലാന്ന് പറയും മോനെ. ആരാ പറഞ്ഞത്? അപ്പൊ കളവ് പരിശീലന വീട് 10 ഉറുപ്പിക ലാഭിക്കാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലാന്ന് പറയും മോനെ. എന്നാൽ അത് കളവ് പരിശീലിപ്പിക്കുകയാണ് മകനെ. അപ്പോ കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള വളർച്ച മുതൽ നോക്കൂ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടി വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. ബിസ്മില്ലാ. എവിടെ കിട്ടിയത്? നബി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ പേരക്കുട്ടിണ്ട്, ഹസൻ ഹുസൈൻ. അപ്പൊ പറഞ്ഞു, മോനെ ബിസ്മി ചൊല്ലു മോനെ. അവിടെ നമുക്ക് ബിസ്മി കിട്ടിയത്, നമുക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ബിസ്മില്ല എവിടുന്ന കിട്ടിയത്? ഒരു ഹദീസ് അതാണ്. മോനെ ബിസ്മി പറയും മോനെ, വലത് കൈ കൊണ്ട് ഭക്ഷിക്കും മോനെ. ഇങ്ങനെ ഓരോന്നും വീടുകളിൽ കിട്ടി. ആ യഥാർത്ഥ ഒന്നാമത്തെ മദ്രസ പരാജയപ്പെടും. ഇനി കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോഴൊക്കെ വലിയ മാറ്റങ്ങൾ വരും. ഹോർമോൺ വളർച്ച വരും, മീശൊക്കെ വരാൻ തുടങ്ങും, താടി വരാൻ തുടങ്ങും, പെൺകുട്ടികളുടെ ശബ്ദമൊക്കെ മാറും. അപ്പോഴേക്ക് ആ സന്ദർഭം തന്നെ തെളിച്ചൊരു സമയം. ആർക്കും വിവരല്ല, ബാപ്പക്ക് വിവരല്ല, അമ്മക്ക് ആർക്കും വിവരല്ല. ഓനെ കാര്യമായിട്ട് വിവരമുണ്ട്. ഓനെ അങ്ങാടി പെട്ടുകൊണ്ട് കഴിയില്ല. ഓരാണെങ്കിലും ആദ്യം കഴിയില്ല എന്നാ പറയാം. ഈ പ്രായം മനസ്സിലാക്കാൻ ഉപ്പാക്ക് ആദ്യം കഴിയണം. ഇങ്ങനത്തെ ഒരു പ്രായം എനിക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഫ്രണ്ട്സിനെ പോലെ, സ്വന്തം സുഹൃത്തിനെ പോലെ മകനെയും മകളെയും കൂട്ടിപ്പിടിക്കണം. അവിടെ വിജയിച്ച ഒരു 10-21 വയസ്സ് ഞാൻ രക്ഷപ്പെട്ടു. അതിന്റെ ഇടയ്ക്കൊരു സമയമുണ്ട്. ആ സമയത്ത് കുട്ടികളെ, നമ്മുടെ മോന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വിവരം കിട്ടി നോട്ടിക്കൊള്ളി. ഓൻ ഏതൊരു കമ്പനി കൂട്ടിയിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുക? അതൊരു ചൂരൊക്കെ റെഡിയാക്കി വെച്ച് പിടിച്ച് 4 അടി ചുമരിനെ കൊണ്ട് തിരിക്കാൻ തട മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ മയക്കുമരുന്ന് ഒഴിവാകും. അതല്ല വേണ്ടത്. പാതിരി കുട്ടിയിടുക, മോനെ എടുത്തിട്ട് കെട്ടിങ് പിടിച്ച മോനെ എന്ത് പറ്റി? ഈ അങ്ങനെ ആവേണ്ട മോനെ അല്ലല്ലോ മോനെ എന്ത് പറ്റി? അപ്പൊ ഉമ്മാനോട് സ്വകാര്യം കമ്പനി പോയി. അപ്പൊ അടി അല്ലാതെ വേണ്ടത്, ഇടി അല്ലാതെ വേണ്ടത്, ചുമന്നിട്ട് അടിക്കല്ല വേണ്ടത്. നമ്മളെ മോനാണ്, നമ്മളെ മോളാണ്.
മോള് ഒരു അഫയറിൽ പെട്ടുപോയി, ഏതോ ഒരു ആൺകുട്ടിയായിട്ട്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള മാതൃക. ഒരാൾ വന്നിട്ട് പള്ളിയിലായിട്ട് മൂത്രവെച്ചു. നമ്മൾ ഇന്നത്തെ പള്ളി പോലെ അല്ലല്ലോ, മണലല്ലേ, അവിടെ മൂത്രവെച്ചു. സഹാബികളൊക്കെ ഇങ്ങനെ പള്ളിയിൽ മൂത്രവെച്ചില്ലേ, എല്ലാരും ഇങ്ങനെ ചെതിലെടുത്ത് നിൽക്കുകയാണ്. ആനയും കരുതുന്നത് അയാളെ വിളിച്ചു കൊണ്ടുവന്നു. ഞാൻ സ്വകാര്യം പള്ളിയല്ലേ, അയാൾ ഐസായി പോയി, പള്ളിയിൽ ഇത് വേണം. എന്നിട്ട് അയാൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ബാക്കിയുള്ളൊരു വെള്ളം കൊണ്ടുവരാം, കൊണ്ടൊരു വെള്ളം വേണം. മണലല്ലേ, കുറെ വെള്ളം വെച്ചു. അയാൾ കൊണ്ടൊന്നും ചെയ്തു. ജീവിതത്തിൽ തെറ്റിന് അയാൾ ചെയ്തു ഇല്ല. ഇതുപോലെ ആയിരിക്കണം ഇനി അങ്ങോട്ട്. അതാണ് BCC, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇതാണ്. ഇന്ന് ശാസ്ത്ര ലോകത്ത് 2-3 ദിവസത്തെ ട്രെയിനിങ് ആയിട്ട് പഠിപ്പിക്കുകയാണ് BCC, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്ന ഒരു കാര്യം, ആ മാറ്റം നമ്മൾ പറയുന്ന വ്യക്തിയിൽ ഉണ്ടാകാൻ ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ. സുബൈക്ക് 2 രൂപത്തിൽ മക്കളെ വിളിക്കാം, എണീക്കട എന്താടാ ചോദിച്ചിട്ട് ആദ്യം തന്നെ കാപ്പി ചാർജും ആകാശത്ത് വെടിയൊക്കെ ആയിട്ട് കുട്ടികളെ വിളിക്കുക. വേറൊരു വിളിയിട്ട് ഒന്ന് അടുത്ത് കുത്തിരിക്കുക, മോനെ എന്താ ഉറങ്ങുക. ഒരു ഉമ്മ നമ്മളെ വക, നമ്മളെ മോനല്ലേ, ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ചെറിയ കുട്ടികൾ ഒരു ലിഫ്റ്റ് നമ്മളെ വക ബാത്റൂമിലേക്ക്. ആ കുട്ടിക്ക് സുബൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. മറ്റേ കുട്ടിക്കോ ഹോസ്റ്റലിൽ രക്ഷപ്പെട്ടു, സുബൈക്ക് ഉറങ്ങാൻ സാധിക്കില്ല വാപ്പ, അതാ അവന്റെ മനസ്സിൽ വരും. അപ്പൊ അതാ പറഞ്ഞത്, നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ പാരന്റിങ് എന്നത് കേവലം ചെറിയ കാര്യമല്ല, അത് ഇസ്ലാമിലൂടെ തന്നെ പഠിക്കണം. നോക്കൂ, ഖുർആനിലെ ഹദീസിലെയും യാ ബുനയ്യ, യാ അബത്തി എന്താണ് പറയോ? യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മകനെ. അർത്ഥം എന്താ? മക്കളെ മോനെ എന്ന് വിളിക്കണം എന്നാണ്. ആ വിളി ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട്? മോനെ എന്ന് വിളിക്കണം, മക്കളെ മോനെ എന്ന് വിളിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ വിളിയുടെ ശൈലി പോലും ഇസ്ലാം പഠിപ്പിച്ചു. മോനെ മോളെ എന്ന് വിളി. ദേഷ്യം പിടിച്ചാത്ത പേരൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ആ ഓരോ രംഗത്തും, ഇപ്പോ എന്തേ ലഹരിയിലേക്ക് കുട്ടികൾ പോകാൻ കാരണം, എന്തേ അഫയറിലേക്ക് കുട്ടികൾ പോകാൻ കാരണം? അതിന് കാരണമുണ്ട്. കാരണം സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളെ കുട്ടിക്ക് ഫുൾ A+ കിട്ടില്ല, ഹെഡ് മാസ്റ്റർ താഴെ നോക്കിയോ ഓനെ മൊത്തം നോക്കൂല. ഈ സ്കൂളിൽ ഫുൾ A+ നഷ്ടപ്പെടുത്തിയ പോവാറുണ്ട്. എന്റെ മുമ്പ് നമ്മുടെ കൂടുതലൊക്കെ എന്റെ മുമ്പ് മറ്റു കുട്ടികളൊന്നും അങ്ങനെ ആയിപ്പോയില്ലേ, ടീച്ചേഴ്സ് ഒന്നും എന്റെ മുഖത്ത് നോക്കില്ല. ആകെ ടെൻഷൻ പിടിച്ച് പാടിലങ്ങോട്ടാ വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നപ്പോ എന്നൊക്കെ പഠിപ്പിച്ചിട്ട് എന്തായത് പടമുണ്ടാ മറ്റോ രാവിലെ പോയില്ലേ. ഇപ്പൊ എന്താ സ്ഥിതി? വീട്ടിൽ നിന്ന് പോയി. അങ്ങനെയാണ് SLC റിസൾട്ട് വന്നാൽ +2 കുറെ കുട്ടികൾ ആത്മഹത്യ. കാരണം എന്താ? ഒരു ആകെ ആശയം വെച്ച് വീടായിരുന്നു, വീട്ടിൽ നിന്നും ആട്ടി. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെ മോനല്ലത്. നമ്മക്ക് എത്ര കഴിവുണ്ട്, നമുക്ക് സ്കൂളിൽ എത്രയും മാർക്ക്, നമ്മളെ ബുദ്ധി എത്ര, നമ്മളെ മോനല്ലേ, നമ്മളെ മോനല്ലേ, അതാലോചിക്കട്ടെ. ഇനി ഈ കുട്ടിയെ നമ്മൾ ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ട് ആ അവിടുത്തെ SLC ബുക്കിൽ ഇങ്ങനെ മാർക്ക് കൂടും, +2ന്റെ മാർക്ക് ഇങ്ങനെ കൂടുതലല്ലോ. അപ്പൊ എന്ത് വേണം? അതൊന്നും സാരല്ല, SLC തോറ്റതാണ്, അതൊക്കെ വലിയ കാര്യമാണ്. മോളും കൊണ്ട് വാ, നമുക്ക് ചൂടല്ല വേണ്ടത് നമുക്ക് ചോദിച്ചിട്ട് എനിക്ക് കൂട്ടിപ്പിടിക്കാം. അപ്പൊ ഓളൊരു തീരുമാനം എടുക്കും, ഞാൻ എന്റെ അമ്മനെ പിന്നെ സന്തോഷിപ്പിക്കുന്നു. ആ തരത്തിൽ അവിടെ ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒപ്പം നിൽക്കുകയാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ഓരോ രംഗത്തും പഠിപ്പിക്കുന്നതിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. അതേപോലെ കുടുംബം, പലരും കുടുംബപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതിന് ഇസ്ലാമിൽ പരിഹാരം കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. വീട്ടിലേക്ക് ഒരു വ്യക്തി കയറി ചെല്ലുന്ന ആദ്യ മിനിറ്റുകൾ, ആദ്യത്തെ ഒരു അരമണിക്കൂർ സമയത്തുണ്ടാവില്ല, വെടിനിർത്താൻ അക്ഷരം ഉണ്ടാകാൻ പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അടങ്ങി നിന്നോളാം. ഒരുപക്ഷെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി, പൈസ കൊടുക്കാനുള്ള ഒരു സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, ഓൻ ചീത്ത പറഞ്ഞ് അങ്ങനൊക്കെ ആയിരിക്കും വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയേ കിട്ടിയാൽ മതി എന്നായിരിക്കും. അപ്പൊ അതേ സമയത്ത് വീട്ടിൽ വേറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. മോൻ വീണിട്ട് നമ്മളെ ഫോണിൽ കിട്ടില്ല, പിന്നെയും എന്റെ മാത്രം മോനാ അങ്ങനെ ദേഷ്യം പിടിച്ചു. അവസാനം അടുത്ത പോലെ കുറച്ച് പൈസ കടം വാങ്ങി ഓട്ടോറിക്ഷ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ ഒരു തോക്കെടുത്ത് ഉണ്ടൊക്കെ റെഡിയാക്കി നമ്മളെ വെടിയൊക്കെ അങ്ങോട്ട് വരട്ടെ. ഇവിടെ എന്താ പ്രശ്നം അറിയോ? ഈ കുട്ടി പ്രസവിക്കാൻ കാരണമായി തീർന്ന ഒരു സർജറി ഉണ്ടായിരുന്നു. അന്ന് പെട്ടെന്ന് 40,000 രൂപ വേണം തന്നപ്പം ആ 40,000 വായ്പ വാങ്ങി ആൾക്ക് ഇന്ന് വൈകുന്നേരം കിട്ടേണ്ടി. അതിൽ ഓടുക, ആ ഓടുമ്പോ ഫോൺ എടുക്കാൻ സമയമില്ല. അവസാനം 30,000 കൂട്ടാളെ പൊളിച്ച ചീത്ത 10,000 രൂപ കുറഞ്ഞു. അതിങ്ങനെ നിർമ്മിച്ച് നിൽക്കുമ്പോഴാണ് പൊട്ടിച്ചിട്ട് ഓടിങ്ങനെ റെഡിയായി എവിടായി മാത്രം എന്റെ ആ ആൾക്കാർ പറയും മൂപ്പര് വന്നിട്ട് തോന്നുന്നു. അപ്പൊ എല്ലാരും അറിഞ്ഞു, ഭർത്താവ് വീട്ടിൽ വന്നവരെല്ലാരും അറിഞ്ഞു. അതാ അത്ര കൃത്യമാണ്. വീട്ടിലേക്ക് ഒരാൾ ഭർത്താവോ ആരാകട്ടെ ആദ്യമായി കയറി വരുമ്പോൾ മിണ്ടരുത്, ഒരു പ്രശ്നവും പറയാൻ പാടില്ല. സ്വഹാബി, അത് മാതൃക സ്വഹാബിൽ കാണിച്ചില്ലേ, കുട്ടി മരിച്ചു,
കുട്ടി മരണപ്പെട്ടു, വീട്ടിലേക്ക് വരുന്ന ഒരു അക്ഷരം മിണ്ടിയില്ല. പ്രാഥമിക കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പറഞ്ഞു, അല്ല നമുക്ക് ആരെങ്കിലും ഒരാൾ സമ്മാനം തന്നാൽ അത് തിരിച്ചു കൊടുക്കണം, ഒരു വായ്പ തിരിച്ചു കൊടുക്കണ്ടേ? നമുക്ക് പഠിച്ചോൻ തന്ന കുട്ടീനെ പഠിച്ചോൻ തിരിച്ചെടുത്തിട്ടുണ്ട്. മരണവിവരം അറിയിക്കുന്ന രംഗമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആദ്യത്തെ അരമണിക്കൂർ വെടി നിർത്താൻ ഒരക്ഷരമുണ്ടല്ലോ. ആദ്യത്തെ എന്താ വീട്ടിൽ സംഭവിച്ചത് നമുക്കറിയാം. അപ്പോ ഇതൊന്നും എന്റെ വകയല്ല, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്. അപ്പോ ഏതൊരു വിഷയത്തിലേക്കും ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങലാണ് അടിസ്ഥാനപരമായ പരിഹാരം. ആ പരിഹാരത്തിലേക്ക് നമ്മൾ എത്താം. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് സാമ്പത്തിക പ്രശ്നം. കടമാണ്, ദ്വാരക്കണ്ടോ ഇല്ലാത്ത ആലോചിക്കാൻ പറ്റാത്ത കടത്തിലാണ്, അങ്ങനെയാണ് പലിശപ്പെട്ടു പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിനും പരിഹാരമുണ്ട്, കൃത്യമായ പരിഹാരമുണ്ട്. ഒന്ന്, നമ്മൾ ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്ന് സൂറത്ത് ഫുർഖാൻ പഠിപ്പിക്കുന്നുണ്ട്. പിശുക്ക് കാണിക്കരുത്, ധൂർത്തും കാണിക്കരുത്. പെരുന്നാളിന് വസ്ത്രം വാങ്ങി, തൊട്ടുടനെ ഒരു കല്യാണം വന്നു, അവിടെ വീണ്ടും വസ്ത്രം വാങ്ങണം. എവിടുന്ന ഈ പൈസ? പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തൊട്ട് അതേ വസ്ത്രം ഇടുന്നത് ശരിയാവില്ല. അതേത് ശരിയാവില്ല, ആര് പറഞ്ഞ് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും നമ്മുടെ സാമ്പത്തികാവസ്ഥ, ഞാൻ മക്കളൊന്നും അറിയിക്കില്ല, ഒരിതൊന്നും അറിയണ്ട. തെറ്റ് ഒരറിയണം, അവരറിഞ്ഞാൽ അവരുടെ ദുആ നമുക്ക് കിട്ടും. പഠിച്ചോനെ, എന്റെ വാപ്പ കടത്തിലാണ്, നീ വീട്ടിൽ കൊടുക്കണേ എന്ന് മക്കൾ പഠിച്ചത് തീർക്കൂലേ? അതുകൊണ്ട് കുടുംബ ബജറ്റ് പ്രധാനമാണ്. അത് പരസ്പരം ചർച്ച ചെയ്ത് അറിയുകയാണ് വേണ്ടത്. അപ്പോഴാണ് യാഥാർത്ഥ്യപ്പെടുന്നത്. അവരും ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരല്ലേ? അതുകൊണ്ട് ഒന്ന്, കടം വരുന്നതിനെ സൂക്ഷിക്കുക. കടം വരാത്ത അവസ്ഥക്ക് വേണ്ടി ആഗ്രഹിക്കുക. അത് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ കുടുംബം ഒപ്പണ്ട കൂടുതൽ സൗകര്യമാണ്. അത് വേണ്ട, നമുക്ക് പുതിയ ഡ്രസ്സൊന്നും വേണ്ട, സാരം ഇനി രണ്ടാമത് കടമാണ്, നമ്മൾ പോകണ്ടെന്ന് ഭാര്യ ഇങ്ങോട്ട് പറയും, മക്കൾ പറയും. നമ്മളില്ലാത്ത സമയത്ത് ഉമ്മ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാ, അപ്പൊ അവരത് മനസ്സിലാക്കും. അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കുടുംബം വരിക എന്നത് പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരണം സംഭവിച്ചപ്പോ അവിടുന്ന് മയ്യത്ത് സ്കരിക്കാൻ പഠിച്ചു. നിങ്ങൾ സ്കരിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, നബി ഞാൻ കടം വീട്ടാന്ന്. അപ്പ അയാളെ കടം വീട്ടി നേരെ റസൂലുള്ളാഹി. ചില ആൾക്കാര് പിന്നെ ഒരു പ്രഖ്യാപന കടമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു പേരിന് വേണ്ടിയുള്ള പ്രഖ്യാപനമല്ല ഇസ്ലാം, മറിച്ചത് ആ കടം കൃത്യമായി വീട്ടണം. ഈ കടം ഏതൊരു സ്ഥലത്ത് ഒരാൾ തമാശ പറഞ്ഞു, അയാൾ ഈ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, മറ്റോ പറഞ്ഞു ഇന്റെ കടയും തന്ന കട, ഈ പറഞ്ഞോന് കുറച്ച് പൈസ കൊടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് പറയുന്നേ കട ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ പറഞ്ഞ ആള് കുറെ പൈസ വേറെ കൊടുക്കാണ്ട് ഈ മരിച്ചാളെ കട ഏറ്റെടുത്ത്. അതുകൊണ്ട് ഒരു നോമിനലായിട്ടല്ല ഈ കടം ഏറ്റെടുക്കൽ വേണ്ടത്, വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ പരലോകത്ത് ബുദ്ധിമുട്ടായി പോകുന്ന റസൂലുള്ളാഹി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാതിരിക്കുന്ന അത്രയും ഗൗരവമാണ് കടം എന്ന് പറയുന്നത്. അങ്ങനെ കടത്തോടുകൂടി നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ ആരെങ്കിലും മരിച്ചാൽ ഉടൻ നമ്മുടെ ഏറ്റവും വലിയ സഹായം പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ കടം വീട്ടി കൊടുക്കണം. ഒരു 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, എല്ലാവരും കൂടി കൂടി കൂടി, കാരണം കബറിൽ സ്വത്താവണമെങ്കിൽ ആ കടം വീട്ടണം. ആ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ കടം ശ്രദ്ധിക്കണം. മറ്റൊന്ന് പലിശ. ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം പറഞ്ഞു, പണം കൊണ്ട് പണം പെരുപ്പിക്കലാണ് പലിശ, അത് പ്രകൃതി വിരുദ്ധമാണ്. അദ്ദേഹം മുസ്ലിം അല്ല. സാൽവേഷൻ നടന്നപ്പോ അദ്ദേഹം മന്ത്രിയായിരിക്കെ 1.5 മണിക്കൂർ സമയം ഫിനാൻസ് കൗണ്ടറിൽ നമ്മുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അവിടെ ഇരുന്നു വിശദമായിട്ട് വിഷയങ്ങൾ പഠിച്ചു, ഇസ്ലാമിക് ഫിനാൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. അപ്പൊ മുസ്ലിങ്ങളല്ലാത്തവർ പോലും പറയുന്നു ഇസ്ലാം പറയുന്ന സാമ്പത്തിക ക്രമമാണ് ശരി, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല, റസൂലുള്ളാഹിക്ക് അല്ലാഹു വഹി കൊടുത്തതാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ കേരളത്തിൽ വന്നു, എന്തിന്? ഇസ്ലാമിക് ബാങ്കിങ്ങിന് അനുമതി കൊടുക്കാൻ. പക്ഷെ സാധിച്ചില്ല എന്നുള്ള വേറെ കാര്യം. 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹിയുടെ തിരുനാവിലൂടെ വന്ന ഈ ഫിനാൻസ് ഇത്രയും ഉയർന്നു നിൽക്കാൻ കാരണം അത് റസൂലുള്ളാഹിയുടേതല്ല, അത് നമ്മളെ സൃഷ്ടിച്ച പടച്ചോന്റേതാണ് എന്നാണ് മറുപടി. അതുകൊണ്ട് പലിശയാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യയിലെ ഓരോ പൗരനും എത്ര രൂപക്ക് കടപ്പെട്ടിരിക്കുന്നു ഓരോ ബജറ്റ് വരുമ്പോൾ മനസ്സിലാൻ പറ്റും. അതുകൊണ്ട് ആ പലിശ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ പ്രശ്നം വേഗം ചെയിൻ ഊരിയിട്ട് പണയം വെച്ചോളി. ഇത് സ്ത്രീകൾ പറയാതിരിക്കണമെങ്കിൽ പലിശയുടെ ഏറ്റവും ചെറിയ ഇനം സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കൽ, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കൽ. അതിന്റെ അപ്പുറത്ത് എന്താ അതിന്റെ ഗൗരവം പറയാം? അപ്പൊ അതുകൊണ്ട് പലിശമുക്ത ജീവിതം സാധിക്കുമോ? 1000കണക്കിന് മുസ്ലിമീങ്ങൾ ഓരോ നാട്ടിലും
പലിശയുമായി ബന്ധമില്ലാത്തവരുണ്ട്. പലിശയുമായി ബന്ധമില്ലാത്തവരുണ്ട്. ഒരാളോട് ചോദിച്ചു, അതിനാണ് റേഷൻ വാങ്ങാൻ പറ്റുമോ? റേഷൻ നമ്മൾ വാങ്ങുമ്പോൾ സബ്സിഡി കിട്ടാൻ കാരണം അതിൽ പലിശന്റെ പൈസയും അതില് പിന്നെ മദ്യത്തിന്റെ പൈസ കൂടി. അത് നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്. പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. എന്റെയും നിങ്ങളുടെയും നികുതി പണം ഈ പൊതു ഖജനാവിലുണ്ട്. നമ്മൾ ഓരോരുത്തരെയും നികുതി പണമുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും അത് നമുക്ക് ഹറാമല്ല. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ, ആ പുഴയിൽ ഒരുപക്ഷെ തൊട്ടപ്പുറത്തെ കടവിൽ നിന്ന് ഒരാൾ മലം വൃത്തിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ അടുത്ത കടവിൽ നമുക്ക് ഉതുകൊടുക്കാൻ തൊഹൂറാണ് പുഴവെള്ളം. ഇതേപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പത്താണ് ഇവിടെ ഉള്ളത്. ആ സമ്പത്തിൽ മദ്യത്തിന്റെയും പലിശയുടെ ഒക്കെ ഉണ്ടാവും ഇന്ത്യപോലുള്ള രാജ്യത്ത്. പക്ഷെ അതിൽ എന്റെയും നിങ്ങളുടെയും നികുതി കൂടി അതിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിലാകെ കൺഫ്യൂഷനായി തീവ്ര നിലപാടിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യവും കൂടി ഫിനാൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. ചില ആളുകൾ നന്നായി സംഭാവന കൊടുക്കും, സക്കാത്ത് കൊടുക്കില്ല. ഏതുവരെ ചോദിച്ചാല് സക്കാത്ത് കൊടുക്കാത്തതിൽ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് കൂടുതൽ സംഭാവന അത് കൊടുക്കട്ടെ, പറ്റൂല. സക്കാത്ത് നിർബന്ധ ദാനമാണ്, നിർബന്ധ ദാനമാണ്. എങ്കിലേ ഇസ്ലാം പൂർത്തിയാകും. ഇസ്ലാം കാര്യം 4 അല്ല, ഇസ്ലാം കാര്യം 5. 1,32,622.30 സക്കാത്ത്. അതങ്ങോട്ട് മാറ്റി വെക്കണം. മാറ്റി വെച്ചാലോ അല്ലാഹു മലയോളം വളർത്തിയിട്ട് നമുക്ക് പരലോകത്ത് തിരിച്ചു. സ്വർണമാകട്ടെ, ഏത് തന്നെ. അതുകൊണ്ട് സക്കാത്ത് നമ്മളെല്ലാവരും കണക്ക് കൂട്ടി അത് കൃത്യമായി കൊടുക്കണം. സക്കാത്ത് കൊടുക്കുമ്പോൾ സന്തോഷം ഉണ്ടാവേണ്ടത് പരലോകത്ത് നമുക്ക് ലഭ്യമാകും. എന്റെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം ഹജ്ജ്. നമ്മുടെ കൂട്ടത്തിൽ ആരോഗ്യവും സമ്പത്തും ഒത്തുവന്ന ഒരാൾ ഹജ്ജ് ചെയ്യാതിരുന്നാൽ ജാഹിലിയ മരണത്തിലേക്കാണ് പോവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് സമ്പത്തിന്റെ പ്രശ്നം ഇന്ത്യക്കാർക്ക് മാത്രമാണ്. സൗദി അറേബ്യയിലെ ദരിദ്രൻ ഹജ്ജ് നിർബന്ധ. നമ്മൾ പഠിച്ചെന്താ, പണമുള്ളവൻ ഹജ്ജ് ചെയ്യുക, ശരിയാണ് ഇന്ത്യയില്. എന്നാൽ ജിദ്ദയിലുള്ള ഒരു ദരിദ്രൻ എന്താണ്, ഹജ്ജ് നിർബന്ധ. അയാൾക്ക് കുറെ കടപ്പുണ്ട്, പക്ഷെ അയാൾക്ക് ഹറമിലേക്ക് പോകാനും ഹജ്ജ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടാൻ അയാൾ ഹജ്ജ് ചെയ്തിരിക്കണം. അപ്പോ ഹജ്ജ് എന്നത് അത് എല്ലാം കഴിഞ്ഞിട്ട് പൂർത്തിയാക്കേണ്ട ഒന്നല്ല. ഹജ്ജിന് പോയി വന്നവരൊക്കെ പറയും ഇത് കുറച്ച് ചെറുപ്പപ്രായത്തിൽ ചെയ്യേണ്ട കാര്യമാണ്, അത്രയധികം നടക്കാനുണ്ട്, അത്രയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആ ഹജ്ജിനെ കുറിച്ച് നമ്മൾ ഹജ്ജ് ചെയ്യാത്ത ഓരോരുത്തരും ചിന്തിക്കണം. ഇനി അതൊന്നുമില്ലെങ്കിൽ ഒരു ഉംറ. ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഒരു ഫാഷൻ വന്നിട്ടുണ്ട്, ടൂറോ മാനിയ. ടൂർ പോവുക, തിരിച്ചു വരിക, അടുത്ത ടൂർ പോവുക, തിരിച്ചു വരിക, അടുത്ത ടൂർ പോവുക. ബാധ്യതകൾ പോലും മറന്നുകൊണ്ടുള്ള ടൂറോട് ടൂർ. ഈ 5-6 ടൂർ ഉണ്ടെങ്കിൽ ഉംറക്ക് പോകാൻ സഹോദര. നമ്മൾ എങ്ങോട്ടാ തിരിഞ്ഞ് നമസ്കരിക്കുക? ആ കായബൊന്ന് കണ്ടിട്ടുണ്ടോ? കായബൊന്ന് കാണണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന് അങ്ങോട്ട് പോവുക, ഒന്ന് മദീനത്ത് പോണ്ടേ? അല്ലാണ്ട് റസൂൽ നിസ്കരിച്ച പള്ളി, റസൂൽ ഉണ്ടാക്കിയ പള്ളിയിൽ നമുക്ക് പോണ്ടേ? അതുകൊണ്ട് അങ്ങനെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നുവോ ആ കിബിലയൊന്ന് കാണാൻ, ആ കായബയൊന്ന് കാണാൻ, മദീന പള്ളിയിൽ പോകാൻ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളിലേക്ക്. അതേപോലെ ഹജ്ജ് നിർബന്ധമായ അവസ്ഥയാണോ? എല്ലാ ബാധ്യതയും കഴിഞ്ഞിട്ടല്ല ഹജ്ജ് ചെയ്യുന്നത്. ഒരു മോളെ കെട്ടിക്കാൻ അതുകൂടി കഴിയട്ടെ, മോളൊക്കെ കൃത്യസമയത്ത് വിവാഹം നടക്കും. നിന്റെ ഇസ്ലാം പൂർത്തിയാവുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ദീനീ രംഗത്ത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ തരത്തിലുള്ള കക്ഷിത്വങ്ങളും ഒഴിവാക്കാൻ ഒരു മാർഗമുണ്ട്. ഇസ്ലാമിലെ സകല കക്ഷിത്വങ്ങളും ഒഴിവാക്കാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, മരണപ്പെട്ടു പോയ ഹംസ ഹാജി അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ഒരിക്കൽ ചേകനൂർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. എന്തിനാ വന്നറിയോ? തറാവീ ഇല്ലാന്ന് പഠിപ്പിക്കാൻ വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് തറാവീ ഒന്നും സ്കരിക്കണ്ട. അപ്പൊ പറഞ്ഞ ഞാനേ ഇബിലീസ് എന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ നേരിട്ട് കണ്ടു. നേരിട്ട് ചേകനൂർ മൗലവിയോട് പറഞ്ഞ വാചനാണ് അദ്ദേഹം. പിന്നെ ഹംസാജിനോട് പറഞ്ഞു, ഇബിലീസ് എന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ ഇങ്ങനെ തറാവി വേണ്ട, സക്കാത്ത് അങ്ങനെ നമ്മൾ ടാക്സ് കൊടുക്കില്ലൊക്കെ പറഞ്ഞോളെ എണീക്കുന്നത്. ഞാനിങ്ങനെ ഇബിലീസ് വണ്ടി വിട്ടോന്നാണ്. ഹംസാജിന്റെ ശൈലി അതായി. അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അത്തൗഹീദ് എന്ന് പറയുന്ന പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഹംസാജിന്റെ ഒരു കുറിപ്പ് കാണാം. ഹംസാജിക്ക് തൗഹീദ് കിട്ടാൻ കാരണമായി തീർന്ന ആ പുസ്തകമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഇസ്ലാമിലെ കക്ഷിത്വങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ഖുർആനും ഹദീസും പറഞ്ഞതുപോലെ പഠിക്കാത്തതാണ്. ഖുർആനും ഹദീസും എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ഖുർആനും ഹദീസിലുണ്ട്. സാറിന് പറയില്ലേ, പുള്ളിക്കോ വ്യത്യാസമില്ല, ഖുർആൻ കറക്റ്റ്, പുള്ളിക്കോ വ്യത്യാസം. എന്നാൽ അറിയുക, ഖുർആനിന്റെയും ഹദീസിന്റെയും ടെക്സ്റ്റ് മാത്രമല്ല പൂർത്തിയായത്, അതിന്റെ ആശയവും പൂർത്തിയായി.
ഇനി ഖുർആനിൽ ഒരു ആയത്ത് ഇങ്ങനെ വെള്ളിയാഴ്ച പള്ളി നോക്കിയിട്ട് എനിക്കൊരാശയം കിട്ടി, ഖുർആൻ തെറ്റാണ്, ഒരു പുതിയ ആശയവും. അപ്പൊ ഒരു ചോദ്യം, അല്ല ഖുർആൻ അഫലായൊന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? സ്വഹാബത്ത് മാത്രം നമ്മൾ മഴ ചിന്തിക്കാൻ ഖുർആൻ ചിന്തിക്കാനുണ്ട് ഇഷ്ടംപോലെ സ്ഥലത്ത്. എല്ലാ വെള്ളിയാഴ്ചയും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലിലും മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമൊക്കെ ഖുർആനിലുണ്ട്. അതെന്തിനാണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ സർട്ടാവിന് മനസ്സിലാവും. സൃഷ്ടി പഠനത്തിലൂടെ സർട്ടാവിലേക്ക് ഉറപ്പിച്ചു പറയുന്നു, സൂര്യനെ പറ്റി സ്വഹാബികൾക്കുള്ള വിവരത്തെക്കാൾ എനിക്കും വിവരമുണ്ട്. അവര് സൂര്യനെ പറ്റി, നമുക്കിപ്പോ കുട്ടികളെ പുസ്തകത്തിൽ 13.5 ലക്ഷം ഭൂമികൾ സൂര്യനിൽ കൊള്ളുന്നതാണ്. 13.5 ലക്ഷം ഭൂമികൾ, 100, 200, 1 ലക്ഷം 2 ലക്ഷം അല്ല, 13.5 ലക്ഷം ഭൂമികൾ സൂര്യനിൽ കൊള്ളും. ഈ വിവരം സ്വഹാബികൾക്ക് നിങ്ങൾക്കും എനിക്കുണ്ട്. നമ്മളിപ്പോ എ സിയിലായിരിക്കുന്നത്, പുറത്തിറങ്ങി എത്ര സമയം നിൽക്കും? ആ സൂര്യൻ എത്ര ചെറുതായിട്ടാ കാണുന്നത്, അപ്പൊ ഇത് എത്ര അകലെയായിരിക്കും? ആ സൂര്യനെ സൃഷ്ടിച്ച പടച്ചോനാണ് നരക സൃഷ്ടിക്കാൻ പണി. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോ സൂര്യ കത്തിച്ചൊലിക്കുന്ന വിളക്കിനെ നാം ആക്കിയില്ലയോ? അപ്പോ വ്യക്തമാക്കുക, ഖുർആൻ ചിന്തയുടെ ഗ്രന്ഥമാണ്. ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ച്? എന്തിനെ കുറിച്ച്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ച് പടച്ചോനെ മനസ്സിലായി. പിന്നെ പടച്ചോൻ പറഞ്ഞൊക്കെ കേൾക്കുക. പിന്നെ ഖുർആൻ ആ ആയത്തിക്ക് മനസ്സിലായില്ല, ഈ ആയത്ത് ബുദ്ധിക്കെതിരാ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അള്ള ഉണ്ടെന്ന് ഉറപ്പായോ, അള്ളാന്റെ മതം ഇസ്ലാം ഉറപ്പായോ, എങ്കിൽ അത് മുഴുവൻ സ്വീകരിക്കുക. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളും പൂർത്തിയായി കൊട്ടപ്പുറത്ത് വെച്ച് ഈ നമ്മളൊക്കെ ജീവിച്ചിരിക്കെ നടന്ന കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഫിസിക്കലായുള്ള ജനങ്ങൾ ഫിസിക്കലായി പങ്കെടുത്ത അവസാനത്തെ വാദപ്രതിവാദം. പിന്നൊക്കെ ഓൺലൈനാണ്. കുറച്ച് ആൾക്കാർ ഉണ്ടാവും, പിന്നെ ഓൺലൈനിൽ കൊടുക്കും. ആ വാദപ്രതിവാദത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് നമ്മളൊരു നാട്ടുകാർ ചോദിച്ചു. ഒരു മുസ്ലിയാർ ചോദിച്ചു. ആ ചോദിച്ചപ്പോ പിന്നെ അദ്ദേഹത്തോട്, ആ മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. പുനർവാദപ്രയോഗത്തിൽ നേരം വിളിക്കുക ആ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇത് എവിടുന്ന്, ഏതാണ് ഈ ആയത്ത്? അപ്പൊ ആയത്ത് വരുന്നു, കഴിഞ്ഞുപോയ നമ്മുടെ പ്രവാചകന്മാരോട് മുഹമ്മദ് നബിയെ അങ്ങ് ചോദിച്ചു നോക്കുക. മൗലവി, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ വഫാത്തായവരല്ലേ? വഫാത്തായവരോട് ചോദിക്കാനല്ലേ അള്ളാഹ് പറഞ്ഞത്? എല്ലാരും തക്ബീറില്ലേ, ജയിച്ച് കുറെ കാലായി അല്ലാത്തവരെ വിളിക്കാൻ തെളിവുണ്ടോ ചോദിക്കുന്നു. പറഞ്ഞല്ലോ എന്നായി. പക്ഷെ പ്രതിവാദന്റെ വാദമാത്ര പ്രതിവാദമുണ്ട്. അപ്പൊ പിന്നെ മൗലവി എന്താ പറയാൻ നോക്കിയത്? നോക്കിക്കേ, മൗലവി ഇപ്പൊ ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ സദസ്സുള്ള വർത്താനം. അപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ ഖുർആൻ ഒറ്റവാള്യത്തിലുള്ള വിശുദ്ധ ഖുർആന്റെ പരിഭാഷ അദ്ദേഹവും പറപ്പൂർ മൗലവിയുടെയാണല്ലോ എഴുതിയത്. അപ്പോ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോളി ഇതിന്റെ മറുപടി. വസൽമൻ അർസൽനാ ഖബലിക ബിറസൂലിന എന്ന് തുടങ്ങുന്ന 43-ാം അധ്യായത്തിലെ 45-ാമത്തെ ആയത്ത്, കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് മുഹമ്മദ് നബിയെ അങ്ങ് ചോദിച്ചു നോക്കാം. മൊയ്തീശയെ വിളിക്കാൻ തെളിവ്. ചെറിയ മുണ്ടത്തിന്റെ തിരിച്ചുള്ള പ്രതികരണം, നിങ്ങൾ ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഊതിയ സൂറത്തു സുഹ്റഫിലെ 45-ാമത്തെ ആയത്ത് കൊട്ടപ്പുറത്ത് ഇറങ്ങിയതല്ല, മക്കത്തിറങ്ങിയതാണ്. സത്യവാദം. കൊട്ടപ്പുറത്ത് ഇറങ്ങിയതല്ല, മക്കത്തിറങ്ങിയതാണ്. അടുത്തത്, ആ ആയത്ത് ആദ്യമായി ഓതിയ റസൂലിനെയും അതാദ്യമായി കേട്ട സ്വഹാബത്തും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയെ കാക്കണെന്ന് വിളിച്ചിരുന്നോ? ഈ ആയത്തോ വരല്ല ആദ്യം ഓതിയത്. ശരി, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളും തമ്മിൽ വാദപ്രതിവാദം നടത്തുമ്പോ രണ്ടു കൂട്ടരും അംഗീകരിച്ച തഫ്സീറിന്റെ കെട്ടാണ് ഈ മുന്നിൽ കിടക്കുന്നത്. തഫ്സീറിന്റെ കെട്ടാണ്. ഇതിലേത് തഫ്സീറിലാണ് നിങ്ങൾ പറഞ്ഞ അർത്ഥമുള്ളത്? അപ്പോൾ സമസ്തക്കാർക്ക് ഓഹാദിയാണെങ്കിൽ ചോദിച്ചത് ന്യായന്റെ ചോദ്യം. ഇത് കൊട്ടപ്പുറത്തൊന്നും അറിഞ്ഞല്ലേ, മക്കത്ത് അറിഞ്ഞല്ലേ. അപ്പൊ എല്ലാരും വിചാരിച്ചത് ഇപ്പൊ പറയും ഏത് തഫ്സീറിലാണുള്ളത്. അദ്ദേഹത്തിന് മുസ്ലിയാരുടെ മറുപടി ആയത്ത് കൊണ്ട് തന്നെ വ്യക്തമാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ? ഒരൊറ്റ തഫ്സീറില്ല. എന്റെ ബഹുമാനപ്പെട്ട ബുദ്ധിക്ക് തോന്നിയാണ്. അവിടുന്ന് കുറെ ആൾക്കാർ തൗഹീദ് സ്വീകരിച്ചത്, കുറെ ആളുകൾ മുജാഹിദായി, നമ്മൾ നാന ഭാഷ പറഞ്ഞാൽ മുവഹിദായത് ഒരൊറ്റ രംഗത്ത്. അപ്പൊ എന്താ അവിടെ ഒരായത്ത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് കൊട്ടപ്പുറത്ത് മാറ്റിരക്കാണ്. അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്ത് തെളിവാണോ? അല്ലേ? അതിന് ചോദ്യം എന്താ? ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും
ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി, ഈ ആയത്തിനെ എങ്ങനെ പ്രാവർത്തികമാക്കി? അതാണ് മാ അന അലൈഹി യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. ഇത് എല്ലാ സ്ഥലത്തും ബാധകമാണ്. ചേകനൂര് വന്നിട്ട് എഴുതി പ്രസംഗിച്ചു, താടി നീട്ടൽ തെറ്റാണ്, നരകത്ത് പോകും. നരകത്ത് പോകുന്നു. ഒറ്റ ഹദീസാ പറഞ്ഞത്. ഒരു ഹദീസ് പറ്റില്ല, ചീനും ഒരു ഹദീസ് പറ്റും. ഒരു ഹദീസിന്റെ അവസാന ഭാഗത്തുണ്ട് ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ശരി, അപ്പോ ശരി, നമ്മുടെ ചോദ്യം എന്താ? ഇതാണോ അതിന്റെ അർത്ഥം? അന്ന് പണ്ഡിതന്മാർ ചോദിച്ചു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്ന ഹദീസ് ആദ്യമായി പറഞ്ഞതാരാ? റസൂലുള്ളാഹ്. ആദ്യമായി കേട്ടതാരാ? സഹാബത്ത്. ഇത് പറയുമ്പോൾ റസൂലിന്റെ മുഖത്ത് നെഞ്ഞിലേക്ക് താഴ്ന്ന താടിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ സഹാബത്തിന് താടി. ഇപ്പൊ ഞാൻ പറയുന്നത്, താടി വളർത്താത്തവരും താടിയെ പരിഹസിക്കരുത്. താടി വളർത്താതിരിക്കലും താടിയെ പരിഹസിക്കലും വ്യത്യാസമുണ്ട്. താടിയെ പരിഹസിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനെ പരിഹസിക്കലാവും. അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ആ ഹദീസ് പറഞ്ഞ റസൂലുള്ള അതെങ്ങനെ പ്രാവർത്തിയാക്കി? ഇതാണ് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ മുഴുവൻ ഒരേ ഖുർആൻ അങ്ങൾ പറയുന്നത്, അതേ ഖുർആൻ ഒരേ ഹദീസ് അങ്ങൾ പറയുന്നത്, അതേ ഹദീസ് ഓരും പറയുന്നത് യാർക്ക് പോകാൻ പാടില്ല. നമ്മൾ സാധാരണക്കാരെത്താ ചെയ്യുക. ഈ സാധാരണക്കാർ വല്ലാതെ എന്നിട്ട് സാധാരണക്കാരാണ്. ഒരു പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയാൽ 5-6 ഡ്രസ്സ് ഒന്നായിട്ട് എടുത്തിട്ട് ഞാൻ പോവാം, ഞങ്ങൾ സാധാരണക്കാർ എന്താ ചെയ്യാ? അവിടെ തെരഞ്ഞെടുക്കും, എടുത്ത് നോക്കി, അതിന്റെ ചൊക്കിയൊന്നും ചൊക്കി എത്ര വില കാത്തിട്ട് നോക്കി. അപ്പൊ ഒരു ഡ്രസ്സ് എടുക്കുന്നത് ഒരു സാധാരണക്കാരനില്ല. എന്നാൽ ഇത് കവറിൽ രക്ഷപ്പെടുത്ത പ്രശ്നമാണ്. നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഇവർ ഇങ്ങനെ പറയുന്നത്, മൂപ്പര് വീട്ടിൽ പോയി കുത്തിരുന്ന് പിന്നെ TV കണ്ടുത്തിരിക്കുക. അതല്ല, ഇത് ദീനാണ്. ദീന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും എന്ന് പറഞ്ഞു. ഇനി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും രണ്ടു വിധത്തിൽ അഭിപ്രായം വന്നാലോ? ഞാനും എന്റെ സഹാബത്തും അതിനെ എങ്ങനെ മനസ്സിലാക്കി. അതുപോലെ ഈ 2 വർഷം മുമ്പ് ഒരു പുതിയ CH മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ഒരു ആളിറങ്ങിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞു, പിന്നെ ഇനി നമ്മൾ ഈ ഉരുവിനറക്കണ്ട, ബലി പെരുന്നാളിന് ഉരുവിനറക്കണ്ട, 7 ആള് കൂടിയിട്ട് പാവപ്പെട്ടവർക്ക് ഫർണിച്ചർ വാങ്ങിക്കൊടുക്കുക. ഭയങ്കര പുരോഗമനല്ലേ, ഭയങ്കര പുരോഗമനല്ലേ. ആ ഖുത്ബ പറഞ്ഞതാണ്. എന്നാൽ കുറെ ചെറുപ്പക്കാരെ ഏറ്റെടുത്തിട്ട് അത് ശരിയല്ലേ പറഞ്ഞത്, പാവപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കുക. ഒറ്റ ചോദ്യമേ ഉള്ളൂ. അയാളെ ഓതിയ ഹദീസ് എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, നിങ്ങൾ ജീവികളോട് കരുണ കാണിക്കണം. കുറെ ഹദീസ് ഓതിയത്. നമ്മുടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജീവികളോട് കരുണ കാണിക്കണമെന്ന ഹദീസ് ആദ്യമായി ഓതിയതാരാ? റസൂലുള്ളാഹ്. കേട്ടതാരാ? സ്വഹാബത്ത്. ആ റസൂലുള്ള ഒട്ടകത്തെ അർത്ഥം വിഷയം തോന്നുന്നു. മൂപ്പര് അതൊരു വിശദീകരണം വേണ്ട. ഇപ്പറഞ്ഞ തെളിവുകൾ മുഴുവൻ ആദ്യം പറഞ്ഞു 1969 വണ്ടൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട്, ഇപ്പോഴും ഹൈസ്കൂൾ ഗ്രൗണ്ട് അവിടെ തന്നെ ഉണ്ട്. അവിടെ ഒരു വലിയ വാദപ്രതിവാദം എന്നറിയോ? ഈ വണ്ടൂർ ഭാഗത്തുള്ള പള്ളിയിൽ മൗര്യസ്കരിച്ചിങ്ങനെ ഇരിക്കും കുറെ പ്രായമുള്ള ആൾക്കാർ. ഈ നിസ്കാരം 3 ആണെന്ന് ചേകനൂർ പറയുന്നതിൽ കാര്യം കേട്ടോ. എത്ര ആയത്ത് മൂപ്പര് പോകുന്നത്? പള്ളി സെക്രട്ടറിക്ക് ആകെ ബേജാറായി. മൂപ്പര് വീട്ടിൽ കൊണ്ട് ഒരു ബോർഡ് എഴുതി, ഈ പള്ളിയിൽ നമസ്കാരം 5 വക്താവുന്നു. പൊട്ടിച്ചോണ്ടേ പേടിച്ചിട്ട് നിസ്കാരം തുടങ്ങിയിട്ടില്ല, 3 നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ല, പേടിച്ചു. അങ്ങനെയാണ് മരണപ്പെട്ടു പോയ മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവി, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നമ്മുടെ പിന്നെ മണ്ടിൽക്കടവിലും ചമലിലൊക്കെ ഇങ്ങനെ പാൽപ്പുക നടക്കുമ്പോ എല്ലാ ദിവസവും വൈകുന്നേരം മൗലവിനെ വിളിക്കും. മൗലവി അങ്ങനെ പറഞ്ഞുതരാം, അങ്ങനെ പറയണമെന്ന്. ഒരു അനൗദ്യോഗിക നേരിട്ടല്ലാത്ത ഒരു ഉസ്താദായിരുന്നു. അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. AP അബ്ദുൽ ഖാദർ മൗലവി ഒരു ഭാഗത്തും ചേകനൂർ മൗലവി ഒരു ഭാഗത്തും വാദപ്രതിവാദം നിസ്കാരത്തിന്റെ വാക്ക് തീരുമാനിക്കാൻ പോവാണ്. ആദ്യത്തെ അവതരണം ചേകനൂർ. അത്യാകർഷകമായ ഖുർആൻ ആയത്ത് ഇങ്ങനെ ഓതുന്നു. അപ്പോ നമ്മളാൾക്കാരുടെ പഠിച്ചോനെ എന്താ പറയാ, നിസ്കാരം 3 എത്ര വ്യക്തമായിട്ടാണ് മൗലവി തെളിയിച്ചത്. അപ്പൊ എല്ലാരും കൂടി പിന്നെ ഏറ്റിന്റെ മൊത്തക്കായി ഒറ്റക്കാര്യം. എനിക്ക് കൂടുതൽ സമയം വേണ്ട. ഇവിടെ ഇപ്പോ നിസ്കാരം 3 എന്നുള്ളതിന് മൗലവി ഇപ്പൊ കുറെ ആയത്ത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഈ ആയത്ത് മുഴുവനും ആദ്യം ഓതിയ റസൂലുള്ളാഹിയും കേട്ട സ്വഹാബത്തും എത്ര വക്താവ് നിസ്കരിച്ചത്? ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. ചേകൻ ഒരു ഭയങ്കര വളമാണ്. മുപ്പൊരു ഉത്തരം പറഞ്ഞപ്പോ നബീൻ അങ്ങ് വിട്ട്. സ്വഹാബത്ത് മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മളും വേണം ചിന്തിക്കുക. അഫലാ യുഖിലൂന ഖുർആനിലുണ്ട്. അപ്പൊ സ്വഹാബത്ത് ഈ ആയത്ത് ചിന്തിച്ചപ്പോ 5 കിട്ടി, ബഹുമാനപ്പെട്ട ചിന്തിച്ചപ്പോ 3 കിട്ടി. അപ്പൊ റസൂലോ എല്ലാം കട്ട് ചെയ്താണ്. അതോടുകൂടിയാണ് അവിടെ ചേകനൂരി സംസ്ഥാനം. അപ്പോ ഖുർആൻ ആയത്ത് വെച്ചിട്ട് നിസ്കാരം 3. ഖുർആൻ ആയത്ത് വെച്ചിട്ട് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഖുർആൻ ആയത്ത് വെച്ചിട്ട് ഉളിയത്ത് വേണ്ട എന്ന് പറയുമ്പോ ഒറ്റ ചോദ്യാണ്. ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളാഹിയും അത് കേട്ട സ്വഹാബത്തും
ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ പ്രാവർത്തികമാക്കി? അതിനാണ് സലഫിയ്യത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്ന, സുന്നത്തിന്റെ റസൂലുള്ളാഹിയുടെ നടപടിക്രമങ്ങളുടെ ആളുകൾ. വൽ ജമാഅ, അൽ ജമാഅയിൽ ഒന്നാമത്തെ സ്വഹാബത്താണ്, പിന്നെ താബികൾ, പിന്നെ തബഉ താബിഈൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നൊരു പദം ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. അത് പിൽക്കാലത്ത് തറാവീഹ് ഖുർആനിലും ഹദീസിലും അങ്ങനെ ഒരു പദമല്ല. അത് പിൽക്കാലത്തെ ഓമന പേരാണ്. വിശ്രമിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് പിൽക്കാലത്ത് ബുഖാരി ഇമാമൊക്കെ കിതാബു തറാവീഹ് എന്ന് ഹെഡിങ് കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇതാണ് വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ താമസിക്കുന്ന തൊട്ടടുത്ത് കാഞ്ഞിരോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മെഡിക്കൽ കോളേജിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ആ കുട്ടിയുടെ ഒപ്പം അവന്റെ കുറെ മുസ്ലിം കുട്ടികളും പിന്നെ മയ്യത്തിനൊപ്പം വന്നു. അത്ഭുതം, വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം, മയ്യത്ത് നിസ്കാരം നടക്കുമ്പോൾ ഈ മുസ്ലിം കുട്ടികളൊന്നും മയ്യത്ത് നിസ്കരിക്കാൻ കയറുന്നില്ല. ഒരു പുറത്തുനിന്ന് ഇങ്ങനെ വട്ടിട്ട് വളർത്താൻ പറയാം. എന്താ പറ്റുന്ന ഒരു നിരീശ്വരവാദത്തിലെത്തി. ആ കുട്ടികൾ നിസ്കരിക്കുന്ന അവസ്ഥയിലേക്കാണ് കോളേജിലെത്തി. അത്രമാത്രം ഡീപ്പായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും യുവാക്കളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ഭാഗത്ത്. എളുപ്പമുള്ള പരിപാടിയില്ലേ, നിസ്കരിക്കണ്ട, നല്ല പരിപാടിയില്ലേ, വെക്കാത്ത് കൊടുക്കണ്ട, ഇഷ്ടം പോലെ ജീവിക്കുക, ഏത് പെണ്ണിന്റെ ഒപ്പം പോവാൻ ആളെ കിട്ടൂലേ, അതിനാളെ കിട്ടുമല്ലോ. അതാണ് ഇവിടെ വ്യാപകമായിട്ട് വളർന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ എന്ത് മാർഗം? ഒറ്റ മാർഗമുള്ളൂ. ഇപ്പോ പിന്നെ ഈ കഴിഞ്ഞ ഓണത്തിന് എത്ര കോടി രൂപയാണ് മദ്യം വിറ്റെന്ന് കണക്ക് വന്നിട്ടുണ്ട്. അത്ര കോടി തന്നെ മദ്യത്തിനെതിരിലും സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ആ കാണാതെ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്കൂളൊക്കെ പരിപാടി എന്താ അറിയോ? മൈ ബോഡി മൈ ചോയ്സ്. കുട്ടികൾ, നിങ്ങള് മതം എന്ന് പറഞ്ഞ് നടക്കണ്ട, ഒരു ജീവിതമുള്ളൂ, ഇഷ്ടം പോലെ ആസ്വദിച്ചോളൂ. അത് വ്യാപകമായി ക്ലാസ്സുകൾ എന്ന് പറയാണ്. തൊട്ടടുത്ത പീരീഡ് എന്താ പരിപാടി എന്ന് അറിയോ? പിന്നെ മയക്കുമരുന്നിന്റെ ദൂഷ്യങ്ങൾ വീഡിയോ പ്രദർശനം. മയക്കുമരുന്ന് കഴിച്ചാൽ, MDMA കഴിച്ചാൽ കിഡ്നി ഇന്ന രൂപത്തിലാവും, ചിത്രം, കരൾ ഇന്ന രൂപത്തിലാവും, ഹാർട്ട് ഇന്ന രൂപത്തിലാവും. പക്ഷെ കുട്ടിയൊക്കെ ഒരു മാറ്റമില്ല. ഇതൊക്കെ കണ്ടിട്ട് കുട്ടിയൊക്കെ ഒരു മാറ്റമില്ല. കുട്ടി പറയുന്നത് എന്താ അറിയോ? അല്ല, ഒരു ജീവിതമല്ലേ ഉള്ളൂ, കിട്ടി പോയിക്കോട്ടെ, പ്രശ്നമില്ല. നിങ്ങൾ മരിക്കാൻ ഇത്തിരി MDMA ചുണ്ടിൽ വിളിച്ചത് അവസാനം അങ്ങനെ മരിച്ചോ. ഞാൻ പറയുന്നത് എവിടെയാ പരിഹാരം? വിദ്യാഭ്യാസത്തിൽ എവിടെയാ പരിഹാരം? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുക ഒരു ഭാഗത്ത്, എന്നിട്ട് മദ്യത്തിന്റെ ദൂഷ്യവും പഠിപ്പിക്കുക. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്താ പഠിപ്പിച്ചത്? ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ അവരാരും അത് സ്വീകരിക്കുമായിരുന്നില്ല. ആദ്യം എന്ത് പഠിപ്പിച്ചു? എന്തുകൊണ്ട് മദ്യപിക്കരുത്, എന്തുകൊണ്ട് വ്യഭിചരിക്കരുത്, അള്ളാഹിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ പിന്നെ ഒരു ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതാണ് മദ്യം നിരോധിച്ചപ്പോ കുടിച്ചുപോയ ആൾക്കാര് അണ്ണാക്ക് കൈയിട്ട് അഥവാ വയറ്റിൽ കുറച്ച് പുറത്ത് കിട്ടിയാലാണ് ആത്മാതിരി മാറ്റം വന്നത് റബ്ബിനെ മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് ഉള്ളത് ആയുധം, വിശുദ്ധ ഖുർആനും പ്രവാചക ചിതയും. അത് കയ്യിലെടുത്ത് പഠിച്ച് ലോകം മൊത്തം നന്നാക്കിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം, നമ്മളെ തറവാട്, ഈ കുടുംബ ഗ്രൂപ്പിലൊക്കെ ചില ആൾക്കാർ തമാശക്ക് മാത്രം ഉപയോഗിക്കുക. അതിൽ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുടുംബത്തിൽ. പക്ഷെ ആ കുടുംബ ഗ്രൂപ്പിൽ, നമ്മുടെ കുടുംബത്തിൽ മുതിർന്ന ഒരാള്, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്ന് എല്ലാവരും സൂറത്തുൽ കഹ്ഫ് ഓതിയോ, ഇന്ന് സ്വലാത്ത് വർദ്ധിപ്പിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരും കേൾക്കും. അപ്പൊ കുടുംബ ഗ്രൂപ്പ് കുടുംബത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഉള്ളതായി കൂടി സഹോദരി സഹോദരന്മാരെ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ദീൻ പഠിക്കുക എന്നത് നമ്മുടെ വലിയ ആഗ്രഹമാണ്. സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവരും ഉടയവരും ആയ ധാരാളം ആളുകൾ, ഖാദിർ മദനി ഇങ്ങോട്ട് കുറെ ആൾക്കാരോട് ഓർമ്മ വരുന്നുണ്ട്. മായി മാഷ, അതേപോലെ തന്നെ കുട്ടി സാഹിബ്, അബ്ദുൽ മാഷിനെ കുറെ ആളുകൾ ഓർമ്മ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ എല്ലാ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി നാളെ പരലോകത്ത് വിചാരണ ഒറ്റയ്ക്ക് നേരിടുമ്പോൾ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി എളുപ്പമുള്ള വിചാരണയെ നേരിടാൻ സാധിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മഹത്തായ ഭവനം ഈ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ഉണ്ടാകാൻ അതിന് മുൻകൈയെടുത്ത ആർപ്പി, അദ്ദേഹത്തിന്റെ കുടുംബം, അല്ലാഹുവേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അവരെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുവേ വ്യതിയാനങ്ങളില്ലാതെ ഈ ഭവനവും അതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ സാമ്പത്തികമായ പ്രയാസങ്ങളിലുണ്ട്. അല്ലാഹുവേ കടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. അല്ലാഹുവേ പെട്ടുപോയ അബദ്ധത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിടുതൽ നേടാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെയും ഇണകളെയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ, അത്യാർത്തി ഒഴിവാക്കുവാനും, നല്ല മരണത്തെ ആഗ്രഹിക്കുവാനും
നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.